Good evening to all. Welcome to Dakshina Learning's Daily News Desk. So, ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിന് സെലക്ട് ചെയ്ത 6 ആർട്ടിക്കിളാണ് നമ്മൾ പ്രിലിംസ് ആൻഡ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ഫസ്റ്റ് ന്യൂസ്, NADGRID, ദ സെർച്ച് എഞ്ചിൻ ഓഫ് ഡിജിറ്റൽ അതോറിറ്റേറിയനിസം. സോ നമ്മൾ DNDയിൽ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് നാഷണൽ ഇന്റലിജൻസ് ഗ്രിഡ്, ഷോർട്ട് ഫോം NADGRID. സോ എന്താണ്, ആഫ്റ്റർ ദ 26/11 മുംബൈ ടെറർ അറ്റാക്ക് ഗവൺമെന്റ് അനൗൺസ് ചെയ്തൊരു പ്രൊജക്ട് ആണ് നാഷണൽ ഇന്റലിജൻസ് ഗ്രിഡ് ടു കോർഡിനേറ്റ് ഇന്റലിജൻസ് ഷെയറിംഗ്, ഡാറ്റ ഷെയറിംഗ് ആൻഡ് ടു പ്രിവെന്റ് സച്ച് ഇൻസിഡൻസ് ഇൻ ദ ഫ്യൂച്ചർ. സോ ഇപ്പൊ റീസെന്റ് അത് എന്ത് ചെയ്തു, NPR ആയിട്ട് ലിങ്ക് ചെയ്തു. ഓൾസോ അതിന്റെ ബ്ലാങ്കറ്റ്, അതിന്റെ ആക്സസിബിലിറ്റി കുറച്ചും കൂടി വൈഡർ ആക്സസിബിലിറ്റി കൊടുത്തിരിക്കുകയാണ് ഇവൻ ഫോർ സ്റ്റേറ്റ് ഒഫീഷ്യൽസ്. സോ അതിനെക്കുറിച്ച് കുറച്ച് കൺസേൺസ് ആസ് വെൽ ആസ് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആയിരിക്കും. ഓക്കെ, then fine tune the signal to sharpen India's AMR battle. സി, എത്ര പ്രാവശ്യം നമ്മൾ ന്യൂസ് അനാലിസിസിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു തീമാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. സി, DND പോട്ടെ, നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പബ്ലിക് ഹെൽത്ത് ക്രൈസിസിൽ ഒന്ന് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആണ്. ഇനി വരുന്ന ഡെക്കേഡിൽ ഏറ്റവും വലിയ പോളിസീസ് വേണ്ടത്, ഏറ്റവും വലിയ പോളിസി മാത്രമല്ല സിറ്റിസൺ ലെവലിലും നമ്മുടെ യു ആൻഡ് മീ, നമ്മുടെ ഉള്ളിൽ തന്നെ വരേണ്ട ഒരു ചേഞ്ച് ആണ് റിഗാർഡിംഗ് അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ആന്റിബയോട്ടിക്സ്. സോ അതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഇന്ത്യസ് പ്രോഗ്രസ് ഓൺ ഇറ്റ്സ് ക്ലൈമറ്റ് ടാർഗറ്റ്സ്. സോ ക്ലൈമറ്റ് ടാർഗറ്റ്സ് നമുക്കറിയാം, പാരീസ് എഗ്രിമെന്റ് ഒക്കെ ഭാഗമായിട്ട് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് അല്ലേ. സോ അതിൽ ഇന്ത്യയുടെ പ്രോഗ്രസ് എന്താണ്? എസ്പെഷ്യലി നമുക്ക് പറയാം, ശാന്തി ബില്ലൊക്കെ അനൗൺസ് ചെയ്ത രീതിയിൽ ഒരുപാട് റിന്യൂവബിൾ എനർജി ടാർഗറ്റ്സ് ഒക്കെ പത്രങ്ങളിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ ഇന്ത്യയുടെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ്, ഇന്ത്യ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു അനാലിസിസ് ആണ് നമ്മൾ ക്ലൈമറ്റ് ടാർഗറ്റ്സിന്റെ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ഇന്ത്യസ് ഗ്രോത്ത് ട്രജക്ടറി. സോ ജസ്റ്റ് ഒരു പ്രിലിംസ് ബൈറ്റ്, ഇന്ത്യയുടെ ഗ്രോത്ത് റീസെന്റ് അഡ്വാൻസ്ഡ് എസ്റ്റിമേറ്റ് ഗവൺമെന്റ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ്, അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സോ അതിനെ ചുറ്റിപ്പറ്റി ഒന്ന് രണ്ട് പ്രിലിംസ് കാര്യങ്ങൾ നമുക്ക് പറയണം. ദെൻ മണിപ്പൂർ ആൻഡ് പ്രസിഡന്റ് റൂൾ. എഗെയിൻ ഈ വർഷം പ്രിലിംസിന്, ഇനി ഏത് പ്രിലിംസിലാണെങ്കിലും ഒരു എവർഗ്രീൻ സ്റ്റാറ്റിക് ടോപ്പിക് ആണ് എമർജൻസി ആൻഡ് പ്രസിഡന്റ് റൂൾ. സോ മണിപ്പൂരിൽ പ്രസിഡന്റ് റൂൾ ആണ്, നമുക്കറിയാം കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ്. സോ റീസെന്റ് ഇനി ഗവൺമെന്റ് അത് എക്സ്റ്റെൻഡ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. സോ അത് നമുക്ക് അനലൈസ് ചെയ്യാം. ദെൻ ഒരു ബ്യൂട്ടിഫുൾ കേസ് സ്റ്റഡി, ക്യാൻ പ്രൈവറ്റ് റിസർവ്സ് റീസ്റ്റോർ വൈൽഡ് ലൈഫ് ആൻഡ് കീപ് ടൂറിസം ജെന്റിൽ. സോ നമുക്കറിയാം, നമ്മൾ വൈൽഡ് ലൈഫ് കൺസർവേഷൻ, എക്കോളജി, ഈ കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ് ആണ് കൂടുതൽ റോള് കീപ്പ് ചെയ്യുന്നത്, ഈവൻ ദോ കമ്മ്യൂണിറ്റി റിസർവ് പോലുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും. സോ പ്രൈവറ്റ് റിസർവ്സ് എങ്ങനെയാണ് ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻ ഈവൻ ഫോർ ടൂറിസം ആസ് വെൽ ആസ് കൺസർവേഷൻ ഒരു നല്ല മോഡൽ കൊടുക്കുന്നത്. സോ ഒരു നല്ല കേസ് സ്റ്റഡിയാണ്, അതൊന്ന് ബ്രീഫായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ദീസ് ആർ ദ ന്യൂസസ്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ന്യൂസുകളിലേക്ക് കിടക്കാം. NADGRID, the search engine of digital authoritarianism. So this is an article written by the founder director of Internet Freedom Foundation. So naturally, it's raising some concerns regarding the national intelligence grid as well as the government's latest move to integrate into the national population registry. So നമുക്ക് ആദ്യം മനസ്സിലാക്കുന്നത് നാഷണൽ ഇന്റലിജൻസ് ഗ്രിഡിലെ NADGRIDന്റെ ജനസിസ്, NADGRID എന്നാണ് ക്രിയേറ്റ് ചെയ്തത് ആൻഡ് വാട്ട് വാസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ക്രിയേഷൻ ഓഫ് NADGRID. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, നമ്മളെ നേഷൻ കണ്ട ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു 26/11 മുംബൈ ടെറർ അറ്റാക്ക്. സോ അതിനെ കേന്ദ്രീകരിച്ച് ഗവൺമെന്റ് നടത്തിയ ഇൻവെസ്റ്റിഗേഷന് മനസ്സിലായ കാര്യം, ദർ വാസ് എ സീരിയസ് ഇന്റലിജൻസ് ഫെയിലിയർ. സ്പെസിഫിക്കലി ദ കീ കോൺസ്പിറേറ്റർ, ആ ടെറർ അറ്റാക്ക് പ്ലാൻ ചെയ്ത കീ കോൺസ്പിറേറ്റർ എന്ത് ചെയ്തു, ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഇന്ത്യയിലൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ബിഫോർ ദിസ് മിസ് ഹാപ്പനിങ്. സോ അയാൾ ട്രാവൽ ചെയ്ത ഹോട്ടൽ വിസ ബുക്കിംഗ്സ്, ഹോട്ടൽ രജിസ്ട്രി ആൻഡ് മൾട്ടിപ്പിൾ ബുക്കിംഗ്സ് ആൻഡ് ഓൾ, ഇതൊക്കെ മൾട്ടിപ്പിൾ ഏജൻസികളുടെ കയ്യിൽ ഫ്രാഗ്മെന്റഡ് ആയിട്ടായിരുന്നു കിടന്നിരുന്നത്. സോ ഈവൻ ദോ ദർ വാസ് സം വാർണിംഗ്സ് ഫ്രം മൾട്ടിപ്പിൾ അതോറിറ്റീസ്, അതായത് ഈ അതോറിറ്റീസിന്റെ കയ്യിലെല്ലാം ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇറ്റ് വാസ് ഫ്രാഗ്മെന്റഡ്. ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം ഇല്ലായിരുന്നു. സോ അന്ന് ആ അറ്റാക്ക് സീരിയസ് ഇന്റലിജൻസ് കൃത്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ വി കുഡ് ഹാവ് പ്രിവെന്റഡ് അറ്റ്ലീസ്റ്റ് അതിന്റെ സ്കെയിൽ, ഇന്റൻസിറ്റി എങ്കിലും നമുക്ക് കുറയ്ക്കാൻ പറ്റുമായിരുന്നു. സോ അന്ന് ഗവൺമെന്റ് മനസ്സിലാക്കിയത് ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റലിജൻസ്. അല്ലെങ്കിലും പ്രിവെന്റിംഗ് ഈസ് ബെറ്റർ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, റൈറ്റ്? സോ നമുക്ക് റീസെന്റ് നടന്ന ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ ഇന്റലിജൻസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കിയതാണ്, ആസ് വെൽ ആസ് ദ ഡൽഹി ഇഷ്യൂ റീസെന്റ്. ഓൾസോ മാവോയിസത്തിന്റെ ഇഷ്യൂ, മാവോയിസം ഇന്ത്യയിൽ റാപ്പിഡ് ആയിട്ട് ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് യൂസിങ് ഹ്യൂമൻ ഇന്റലിജൻസ്, റൈറ്റ്? So human intelligence as well as generally intelligence helps agencies and government to track suspicious activities and prevent it. Nipped in the bud എന്ന് പറയാറില്ലേ, ദാറ്റ് ഈസ്, അതായത് ഒരു സാധനം മുളയിലേ നുള്ളി കളയുക. സോ അതിനാണ് ഇന്റലിജൻസ് നമുക്ക് ആവശ്യമുള്ളത്. സോ സ്പെസിഫിക്കലി നാഷണൽ ഇന്റഗ്രേഷൻ ഗ്രിഡ്, അന്ന് ദ ജെനിസിസ് ഓഫ് നാഷണൽ ഇന്റലിജൻസ് ഗ്രിഡ് ട്രാക്സ് ബാക്ക് ടു ദ 26/11 മുംബൈ ടെറർ.
സോ അതിനുശേഷം നാഷണൽ ഇന്റലിജൻസ് ഗ്രിഡ് ഉണ്ടാക്കുന്നു. ആൻഡ് അന്ന് ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു, ബിക്കോസ് ഇതൊരു മാസീവ് സർവൈലൻസ് സിസ്റ്റം എന്നുള്ള രീതിയിൽ മാറുമോ എന്നുള്ള കൺസേൺസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അത് അത്ര എക്സ്പാൻഡ് ചെയ്തില്ല. ബട്ട് നൗ as the author says, it is a reality and it has been given more powers. So first of all നമുക്ക് നാഷണൽ ഇന്റലിജൻസ് ഗ്രിഡ് എന്താണെന്ന് ബ്രീഫ്ലി പറയാം. നാഷണൽ ഇന്റലിജൻസ് ഗ്രിഡ് നമ്മൾ പറഞ്ഞു 26/11 ശേഷം ഉണ്ടായതാണ്. അതൊരു പ്രൈമറിലി സിംപ്ലി അതൊരു ഇന്റലിജൻസ് ഷെയറിംഗ് സിസ്റ്റം ആണ്. ഇറ്റ് ആക്ട്സ് ആസ് എ മിഡിൽ വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഡാറ്റാ സെന്റേഴ്സിനെ സ്ട്രീംലൈൻ ചെയ്തൊരു കോമൺ ഇന്റലിജൻസ് ഷെയറിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് നാഷണൽ ഇന്റലിജൻസ് ഗ്രിഡ് നാറ്റ് ഗ്രിഡ് ആക്ട് ചെയ്യും. ഓക്കെ, സോ ഇറ്റ്സ് എ പ്രൈമറിലി an ഇന്റലിജൻസ് ഷെയറിംഗ് സിസ്റ്റം. And specifically, ഇപ്പോൾ സംഭവിച്ച ചേഞ്ച് എന്താ? ഇറ്റ് ഹാസ് ബീൻ ഇന്റഗ്രേറ്റഡ് ഇൻ ടു നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രി. സോ അവിടെയാണ് ഓതർ കൺസേൺ ആവുന്നത്. സോ നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രിക്ക് 1.19 ബില്യൺ റെസിഡൻസിന്റെ ഇൻഫർമേഷൻ റിഗാർഡിംഗ് their ഐഡന്റിറ്റി, their residence, their occupation, ആധാർ ഡാറ്റ, ബർത്ത് ഡാറ്റ, അങ്ങനെ പല ഡാറ്റാസ് ഉൾക്കൊള്ളുന്ന NPR ഡാറ്റയുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ആൻഡ് അത് ഒന്നാമത്തെ കാര്യം അത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ നാറ്റ് ഗ്രിഡ് മുമ്പ് 11 സെൻട്രൽ ഏജൻസികൾക്കായിരുന്നു കൊടുത്തിരുന്നത്, ലൈക്ക് റോ, IB, NIA, CBI ആൻഡ് ഓൾ. സോ ഈവൻ ED, ഇത്തരം ഏജൻസികൾക്കൊക്കെ ആയിരുന്നു നാറ്റ് ഗ്രിഡിന്റെ ആക്സസിബിലിറ്റി കൊടുത്തിരുന്നത്. നൗ ഇപ്പൊ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ SP ലെവലിൽ നിൽക്കുന്ന ഓഫീസേഴ്സിനും ഇതിന്റെ ആക്സസിബിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് സ്റ്റേറ്റ് പോലീസിനും ഈസിലി എന്ത് പറ്റുന്നു, നാറ്റ് ഗ്രിഡിലെ ഇൻഫർമേഷൻ കിട്ടുന്നു. സോ ദാറ്റ് മീൻസ് നാറ്റ് ഗ്രിഡിന്റെ ഉപയോഗം ഇനി സ്റ്റേറ്റ് പോലീസിംഗിലും ഉപയോഗിക്കാം. സോ സെൻട്രൽ സ്റ്റേറ്റ് കോർഡിനേഷൻ കൊണ്ടുവരാനാണ് ഗവൺമെന്റ് എന്ത് ചെയ്തത്? ദിസ് നാറ്റ് ഗ്രിഡ് ഈസ് എക്സ്റ്റെൻഡഡ് ടു ദ പോലീസസ് ടു ദ റാങ്ക് ഓഫ് SP. ദെൻ സോ ഇതാണ് ബ്രീഫ്ലി ഇപ്പോൾ സംഭവിച്ചത്. ഓക്കെ, ആൻഡ് ദ ന്യൂ നാറ്റ് ഗ്രിഡ് ഹാസ് എ സ്പെസിഫിക് ടൂൾ. നമുക്കറിയാം ഇപ്പോൾ നമ്മൾ AI ആൻഡ് ഡാറ്റ അനലിറ്റിക്സിന്റെ കാലത്ത് ചെയ്യുന്നത്. സോ ഈ നാറ്റ് ഗ്രിഡ് ഇന്റലിജൻസ് എന്നൊക്കെ പറയുമ്പോൾ മാസീവ് ഡാറ്റ ഡീൽ ചെയ്യണം അല്ലെ. സോ അതിന് വേണ്ടി തന്നെ ഗാന്ധിവ GANDIVA എന്ന് പറയുന്ന ഒരു IVEA എന്ന് പറയുന്ന ഒരു പുതിയ ടൂൾ. ആ ടൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് അനലിറ്റിക്കൽ എഞ്ചിൻ കാപ്പബിൾ ഓഫ് എൻറ്റിറ്റി റിസൊല്യൂഷൻ. അതായത് എൻറ്റിറ്റി റിസൊല്യൂഷൻ, അതായത് ഒരു വ്യക്തിയെ കുറിച്ച് മൾട്ടിപ്പിൾ ഡാറ്റ, ചെതറി കിടക്കുന്ന ഡാറ്റാസിനെ എല്ലാം ട്രയാങ്കുലേറ്റ് ചെയ്ത് ആ വ്യക്തിക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അത് ഒരു ആൽഗോറിതമിക് അല്ലെങ്കിൽ ഒരു ടൂൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് സം കൺസേൺസ് ആസ് റേസ്ഡ് ബൈ ദ ഓതർ. സോ ഗാന്ധിവ ടൂൾ, പ്ലീസ് പ്രിലിംസ് പോയിന്റ് ഒക്കെ ആയിട്ട് ചോദിക്കാം. ഗാന്ധിവ ടൂൾ ഈസ് പ്രൈമർലി ഈസ് ഓഫൻ ടോക്ട് അബൌട്ട് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഓപ്ഷൻസ് ചോദിക്കാം. സോ പ്ലീസ് അതെല്ലാം നോട്ട് ചെയ്തിരിക്കുക. വാട്ട് ഈസ് ഗാന്ധിവ ടൂൾ? ഓൾസോ ഇറ്റ് ഹാസ് ഫേഷ്യൽ റെക്കഗ്നിഷൻ ടൂൾസ് ഓൾസോ. സോ ആൽഗോറിതമിക് ആയിട്ടും ഡാറ്റ അനലിറ്റിക്സിന്റെയും AIയുടെയും സഹായം നാറ്റ് ഗ്രിഡിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, എംബഡ് ചെയ്തിട്ടുണ്ട്. So that is the whole story. So നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നാറ്റ് ഗ്രിഡ് എന്താണ്? It's an intelligence sharing platform. It is now linked to NPR. Officers up to the rank of SP from the state police can also access this NAT grid. Okay. So അതിൽ ഇങ്ങനെ പ്രൈവസി കൺസേൺസ് ഒക്കെ ക്രിറ്റിക്സ് അല്ലെങ്കിൽ ഒപ്പോസിഷൻ റേസ് ചെയ്ത സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റ് സെറ്റ് NPR ഡാറ്റ ഫുൾ ആയിട്ടല്ല കൊടുക്കുന്നത്. NPR ഡാറ്റ വിൽ ബി കാറ്റഗറൈസ്ഡ് ഇൻടു 3 ലെയർ. 3 ലെയർ ആയിട്ടായിരിക്കും NPR data classify ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ. സോ ബേസ്ഡ് ഓൺ ദ പ്രയോറിറ്റി ഓഫ് ദ ഇൻഫർമേഷൻസ് ഓർ ദ സീരിയസ്നെസ് ഓഫ് ദ ഇൻഫർമേഷൻ ദ ഡാറ്റ ആക്സസ് വിൽ ബി ഗിവൺ. സോ ഓരോ ഇൻഫർമേഷനും കൊടുക്കുന്നത് അതിന്റെ ഗ്രാവിറ്റി അനുസരിച്ചായിരിക്കും. സോ ദാറ്റ് ഈസ് ദ ഹോൾ സ്റ്റോറി. നൗ ദ ഓതർ റൈസസ് സം കൺസേൺസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു കൗണ്ടർ ടെററിസം ഇനീഷ്യേറ്റീവ് ആയിട്ടാണ് കൊണ്ടുവന്നത്. ബട്ട് എക്സ്റ്റെൻഡിങ് ഇറ്റ് ടു ദ ലെവൽ ഓഫ് സ്റ്റേറ്റ് പോലീസ് ഡൗൺ ടു ദ റാങ്ക് ഓഫ് SP. ഒരു SP ലെവലുള്ള റാങ്കിലേക്കൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അതൊരു പോലീസിംഗ് ടൂൾ ആയിട്ട് മാറുമോ, ഒരു മാസ് സർവൈലൻസ് സിസ്റ്റം ആയിട്ട് മാറുമോ എന്നുള്ള കൺസേൺ ആണ് പ്രൈമറിലി റൈസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ആസ് സെഡ് ഇൻ ദ ആർട്ടിക്കിൾ, ഡിജിറ്റൽ അതോറിറ്റേറിയനിസംക്ക് പോകുമോ, ഒരു ചില്ലിംഗ് എഫക്ട് ക്രിയേറ്റ് ചെയ്യുമോ ഓൺ ദ ഫ്രീഡംസ് ഓഫ് സിറ്റിസൺ. ഓൾസോ മൈനോറിറ്റീസ് അല്ലെങ്കിൽ ആളുകളെ അവരുടെ ഐഡന്റിറ്റി, ആസ് NPR ഡാറ്റ ഈസ് ലിങ്ക്ഡ്, സംടൈംസ് ഐഡന്റിറ്റി വെച്ചിട്ട് ട്രാക്ക് ചെയ്യുന്ന രീതിയിലേക്കോ പ്രൊഫൈൽ ചെയ്യുന്ന രീതിയിലേക്കോ ബയസിലേക്കോ ലീഡ് ചെയ്യുമോ എന്നാണ് ഓതർ പറയുന്നത്. ഇനി രണ്ടാമത്തെ കൺസേൺ, ആർട്ടിക്കിൾ 21. നമുക്കറിയാം ആർട്ടിക്കിൾ 21 ലീഡ്സ് ദ റൈറ്റ് ടു ലൈഫ് ആൻഡ് ഡിഗ്നിറ്റി, റൈറ്റ്? സോ KS പുട്ടുസ്വാമി, പ്ലീസ് നോട്ട് ദ കേസ്, KS പുട്ടുസ്വാമിയിലാണ് റൈറ്റ് ടു പ്രൈവസി എന്ന ഒരു കാര്യം സുപ്രീം കോടതി റൈറ്റ് ചെയ്ത് അനൗൺസ് ചെയ്തത് ആ ഒരു കേസാണ്. സോ റൈറ്റ് ടു പ്രൈവസി ഇതിനെ ഡയറക്ട്ലി കൺസേൺഡ് ആക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് തന്നെയാണ് നാറ്റ് ഗ്രിഡ് എന്നാണ് ഓതർ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ആർ ദ കൺസേൺസ്. Then one of the main concern is that even FIR ഇല്ലാതെ തന്നെ ഇൻഫർമേഷൻ സീക്ക് ചെയ്യാൻ പറ്റും. ആസ് സെഡ് 45,000 റിക്വസ്റ്റ് കഴിഞ്ഞ എല്ലാ മാസങ്ങളിലും വരാറുണ്ട് എന്നാണ് പറയുന്നത് നാറ്റ് ഗ്രിഡ് പ്ലാറ്റ്ഫോമിൽ. സോ ഇറ്റ്സ് ആൻ ആക്റ്റീവ് പ്ലാറ്റ്ഫോം. സോ FIRകൾ രജിസ്റ്റർ ചെയ്യാതെ ഇൻഫർമേഷൻ സീക്ക് ചെയ്യാൻ പറ്റും. പോലീസിന് അവിടെ വിംസ് ആൻഡ് ഫാൻസീസ് അനുസരിച്ച് ആളുകളെ പ്രൊഫൈൽ ചെയ്യാൻ പറ്റുമോ? സോ ദീസ് ആർ ദ കൺസേൺസ്. ആൻഡ് ഗിവൺ എനി ആൽഗോറിതമിക് അല്ലെങ്കിൽ AI സിസ്റ്റം will have
there is a potential to have some biases, right? Because it's often said that AI and algorithms are only as good as the data given to them. So ഡാറ്റയുടെ പ്യൂരിറ്റി അനുസരിച്ചായിരിക്കും ഇത്തരം ഡാറ്റ അനലിറ്റിക്സ് എഞ്ചിൻ ഒക്കെ വർക്ക് ചെയ്യുന്നത്. സോ ഡാറ്റയിൽ എന്തെങ്കിലും ബയസസ് ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് decision making biases. So these are the concerns raised by the author. Okay, so now let's briefly discuss it. Our point of view should be strictly understanding what is national integration grid. That's the need for the exam. So next article, fine tune this signal to sharpen India's antimicrobial resistance battle. സോ നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും വലിയ പബ്ലിക് ഹെൽത്ത് ക്രൈസിസിൽ ഒന്നാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ആൻഡ് ഈവൻ ഇൻ ദ വേൾഡ് ഇറ്റ് ഈസ് സച്ച്, ബിക്കോസ് ഇന്ത്യയും ചൈനയും പോലത്തെ പോപ്പുലേറ്റഡ് കൺട്രിയിലൊക്കെ ഏറ്റവും കൂടുതൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന്റെ ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ പ്രസിംഗ് സിറ്റുവേഷൻ, ഇൻക്രീസിംഗ് ഇന്റൻസിറ്റി ഓഫ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. സോ ആൻഡ് നമുക്കറിയേണ്ട കാര്യം, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ നമ്മളൊരു സൈലന്റ് പാൻഡമിക് എന്നാണ് വിളിക്കുന്നത്. ബിക്കോസ് നമ്മൾ അറിയുന്നില്ല, ഇറ്റ്സ് നോട്ട് എ ന്യൂ വൈറസ്. ബട്ട് എന്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിലവിലുള്ള കോമൺ വൈറസുകൾ ദേ ആർ അക്വയറിംഗ് സം എബിലിറ്റി, ദേ ആർ ഇവോൾവിംഗ് ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് ആന്റി മൈക്രോബിയൽസ്. അതായത് അവർക്കെതിരെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത നമ്മൾ എന്താണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, വൈറൽ ഇൻഫെക്ഷൻസ്, ഫംഗൈ ഇൻഫെക്ഷൻസ്, ഇവർക്കെതിരെയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ടെക്നോളജീസ്, ഡ്രഗ്സ്, ഇതിനെതിരെ ഇവരൊരു ഇമ്മ്യൂണിറ്റി ഗെയിൻ ചെയ്യുക. Put simply, that is antimicrobial resistance. So എന്താണ്, മരുന്ന് കുടിച്ചാൽ പോലും അസുഖം മാറാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും. This can lead to a situation called silent pandemic. അതായത് പുതിയൊരു അസുഖം വരണ്ട, എല്ലാ അസുഖം മാറാതിരുന്നാൽ പോലും it can lead to a mass disease അല്ലെങ്കിൽ pandemic. So antimicrobial resistance are simply microorganisms evolving to protect themselves against drugs. And this type of kind of microorganisms are called superbugs. സോ സൂപ്പർ ബഗ്സിന്റെ ഒരു ഇവല്യൂഷൻ ആണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന്റെ ഇംപ്ലിക്കേഷൻ ഇസ് ദ ക്രിയേഷൻ ഓഫ് സൂപ്പർ ബഗ്സ്. ഓക്കെ, സോ നമ്മൾ ഈ ആർട്ടിക്കിൾ പറയുന്നത് ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ത്രൂ ഹിസ് മൻ കി ബാത്ത് എന്ന് പറഞ്ഞു, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഒരു വലിയ ക്രൈസിസ് തന്നെയാണ് ഇന്ത്യയുടെ. ആൻഡ് ഇൻ ഹിസ് സ്പീച്ച് Honorable Prime Minister said the thoughtless and indiscriminate use of antibiotics by the people. അതാണ് AMRന്റെ ഏറ്റവും വലിയ ഇഷ്യൂ. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഓൺലി ദ ഗവൺമെന്റ്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എനി ഏജൻസീസ്, ഇറ്റ് ഇസ് ദ പീപ്പിൾ ഇറ്റ് സെൽഫ്. അതായത് നമ്മളെല്ലാവരും ആറ്റിറ്റ്യൂഡിനലി ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സിംപ്ലി ഒരു അസുഖം വരുമ്പോഴേക്കും, ഒരു ചെറിയ തലവേദന വരുമ്പോഴേക്കും, ഒരു ചെറിയ കഫ്, ഒരു കോൾഡ് വരുമ്പോഴേക്കും നേരെ പോയിട്ട് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഡോക്ടറെ കാണിക്കാതെ സെൽഫ് ഡയഗ്നോസിസ്, ഇപ്പൊ നമുക്ക് ചാറ്റ് ജിപിടി ഒക്കെ ഉണ്ടായിട്ട് സുഖമായല്ലോ, സെൽഫ് ഡയഗ്നോസിസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഡ്രഗ് വാങ്ങി കഴിക്കുന്നു, ഒരു മെഡിസിൻ വാങ്ങി കഴിക്കുന്നു. ഇതാണ് എന്തിലേക്ക് നയിക്കുന്നത്, തോട്ട്ലെസ് ആൻഡ് ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് ബൈ ദി പീപ്പിൾ. സോ ആവശ്യമില്ലാതെ ഈ മരുന്നുകൾ കുടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, വിപരീത ഫലമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ക്രിയേറ്റ് റെസിസ്റ്റൻസ് ടു ദ മൈക്രോ ഓർഗാനിസംസ്. സോ അതാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. സോ ദിസ് ആർട്ടിക്കിൾ ഇസ് ഡിസ്കസിങ്, സോ അവർ പ്രൈം മിനിസ്റ്റർ സിഗ്നലിംഗ് ദിസ് ഇൻ ഹിസ് മെസ്സേജസ് ഇൻ ഹിസ് മൻ കി ബാത്ത് ഇസ് എ ഗ്രേറ്റ് ഇനീഷ്യേറ്റീവ്. ഇനി വേണ്ടത് ആ സ്റ്റേറ്റ്മെന്റിനെ ഫൈൻ ട്യൂൺ ചെയ്ത് നമുക്കറിയാം എന്ത്, വി ഹാവ് എ നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. അതിന്റെ ഭാഗമായിട്ട് ആസ് പെർ ദിസ് ആർട്ടിക്കിൾ നമ്മൾ കൊളസ്റ്റിൻ ഒക്കെ ബാൻ ചെയ്തത്, ഗ്രോത്ത് ഫാക്ടർ ടു പ്രൊമോട്ട് ഗ്രോത്ത്, റൈറ്റ്. സോ അതൊക്കെ നിർത്തി ഇപ്പൊ നമുക്ക് എന്തുണ്ട്, ഒരു നാഷണൽ ആക്ഷൻ പ്ലാൻ 2.0 ഉണ്ട്. നാഷണൽ ആക്ഷൻ പ്ലാൻ 2.0 ടു കണ്ടെയ്ൻ ദിസ് മെനേസ് ഓഫ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്. സോ നാഷണൽ ആക്ഷൻ പ്ലാൻ 2.0ന്റെ ഭാഗമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എഫോർട്ടാണ് ഗിവിംഗ് ദിസ് ഹയസ്റ്റ് പ്രയോറിറ്റി ആസ് വെൽ ആസ് ഇന്റർ മിനിസ്റ്റീരിയൽ കോർഡിനേഷൻ. 20 മിനിസ്ട്രിക്ക് ഈവൻ ബജറ്റിൽ വരെ ചേഞ്ചസ് വരുത്തണം ടു ടാക്കിൾ ദിസ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വാട്ട് ആർ ദ റീസൺസ് ഫോർ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് ഇതിന്റെ കോസസ്. പ്രൈമറിലി ആസ് സെഡ് ബൈ യുവർ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ, തോട്ട്ലെസ് ആൻഡ് ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് ബൈ ദി പീപ്പിൾ, അല്ലെങ്കിൽ ഓവർ പ്രിസ്ക്രിപ്ഷൻ, ഓവർ ദി കൗണ്ടർ സെയിൽ ഓഫ് ആന്റിബയോട്ടിക്സ്. പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ ആന്റിബയോട്ടിക്സ് തോന്നിയ പോലെ ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇനി പറഞ്ഞതുപോലെ സെൽഫ് മെഡിക്കേഷൻ, ദ ബിലീഫ് ദാറ്റ് വൺ പിൽ ക്യാൻ ക്യൂർ ഓൾ ഡിസീസസ്. ആ വിചാരത്തിൽ വെറുതെ ചെറിയ ആസ് പെർ ദിസ് ആർട്ടിക്കിൾ UTI വരുമ്പം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ഈ മരുന്ന് കൺസ്യൂം ചെയ്യുന്നത്. പിന്നെ മുമ്പൊക്കെ അഗ്രികൾച്ചറും ലൈഫ് സ്റ്റോക്കിലും എന്ത് ചെയ്യുന്നു, ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആയിട്ട് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്തിരുന്നു. ഈവൻ നമ്മൾ CSATന്റെ റീഡിംഗ് കോംപ്രഹെൻഷൻ ആർട്ടിക്കിളൊക്കെ എടുത്ത് നോക്കണമെങ്കിൽ അതിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, കുറച്ച് മുമ്പുള്ള എക്സാമിൽ എടുത്ത് നോക്കുമ്പോൾ. സോ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആയിട്ടൊക്കെ ലൈഫ് സ്റ്റോക്കിൽ യൂസ് ചെയ്യുന്നതും ഒക്കെ എന്താണ്, അത് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിലേക്ക് പോകുന്നുണ്ട്. ഇനി പൊല്യൂഷൻ, അത് ഓഫൺ ഓവർലുക്ക്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഈ മരുന്നുകൾ ക്രിയേറ്റ് ചെയ്ത ലാബിൽ നിന്നും ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെയുള്ള ഡിസ്ചാർജസ് വാട്ടർ ബോഡീസിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ഡ്രഗ്സിന് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഇമ്പാക്ട് ദ ജനറൽ
ജനറൽ ഡ്രഗ്സ് അല്ലെങ്കിൽ ജനറൽ മൈക്രോബ്സ്. ഓക്കെ, സോ ഇൻഡസ്ട്രിയൽ ഡിസ്ചാർജ് ക്യാൻ കോസ് ദിസ്. ദെൻ സാനിറ്റേഷൻ പ്രോബ്ലം. സി ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെ വൃത്തിക്കുറവും ഇതിനൊരു കാരണമാണ്. ബിക്കോസ് ഡോക്ടേഴ്സ് മൾട്ടിപ്പിൾ രോഗികളെ ട്രീറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് സാനിറ്റൈസ് ചെയ്തില്ലെങ്കിൽ ഡിസീസ് ബേർഡൻ കൂടുകയും ആൻഡ് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ദ പ്രൊലിഫറേഷൻ ഓഫ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്. സോ അതും ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ നമ്മൾ അതിന്റെ റീസൺസ് പ്രധാനമായിട്ട് പറഞ്ഞു. സോ വാട്ട് ആർ ദ വേ ഫോർവേഡ്? ഓൾസോ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ പ്ലാനിങ്ങിലും നമ്മളെ സർവൈലൻസ്, ഇതിനെതിരെ നമ്മൾ ചെയ്യുന്ന സർവൈലൻസിൽ അധികം അർബൻ സെന്റേഴ്സ് കേന്ദ്രീകരിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ മേജർ നോൺ അർബൻ സെന്റേഴ്സ് ലെഫ്റ്റ് ഔട്ട്. ഒരുപാട് നോൺ അർബൻ സെന്റേഴ്സിൽ റൂറൽ ഏരിയകളിൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസീസസ് എല്ലാവർക്കും ഒരുപോലെയല്ലേ വരുന്നത്. സോ അവിടെ എന്ത് ചെയ്യുന്നു? മെഡിസിൻസ് കൺസ്യൂം ചെയ്യുന്നുണ്ട് വിത്തൗട്ട് എനി പ്രിസ്ക്രിപ്ഷൻ. സോ ഇതും ലീഡ് ചെയ്യുന്നുണ്ട്. സോ വി ഹാവ് ലെസ് ഡാറ്റ. സോ അതാണ് ഈ ആർട്ടിക്കിൾ പറഞ്ഞത്. വി നീഡ് സീരിയസ് ഡാറ്റ. എവിടെയൊക്കെയാണ് നടക്കുന്നത് ടു പ്രിവെന്റ് ദാറ്റ്. സോ വേ ഫോർവേഡ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? WHO ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട് റിഗാർഡിംഗ് ഡാറ്റ ഷെയറിംഗ്. ഇറ്റ്സ് കോൾഡ് ഗ്ലാസ് ഇനിഷ്യേറ്റീവ്, ഗ്ലോബൽ ആന്റി മൈക്രോബിയൽ resistance use surveillance system. So please understand, GLASS initiative WHO ആണ്. Similarly, India has one, India's national antimicrobial resistance surveillance network. സോ നാസ്നെറ്റ് നിന്ന് നേരെ WHO ഗ്ലാസ് ഇനീഷ്യേറ്റീവിലേക്ക് ഷെയർ ചെയ്യുന്നു ഡാറ്റ. സോ ഒരു ഗ്ലോബൽ ഷെയറിംഗ് നമുക്ക് നടക്കും. ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഏതൊക്കെ ഡ്രഗ്സിനാണ് റെസിസ്റ്റൻസ് ഉള്ളത്, ഏതൊക്കെ ബാക്ടീരിയാസ് ആണ് സൂപ്പർ ബഗ്സ് കാറ്റഗറിയിൽ ഉള്ളത്, ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഹോട്ട്സ്പോട്ട്സ് ഉള്ളത് എന്നുള്ള ഡാറ്റാസ് ഒക്കെ കിട്ടുന്നത് വലിയ രീതിയിൽ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. So WHO's GLASS initiative, our own national action plan 2.0, 20 ministry level coordination. Then one health approach. See, നമുക്ക് environment GS3 പേപ്പറിലൊക്കെ ആൻസേഴ്സ് എഴുതുന്ന കീവേഡ് ആയിട്ട് വരുന്നത് one health approach. One health approachന്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹ്യൂമൻസിന് ഉണ്ടാവുന്ന ഡിസീസസ് എന്തും ആവട്ടെ, ഇറ്റ് നീഡ്സ് എ സിംഗിൾ യൂണിഫൈഡ് അപ്രോച്ച്. സി മനുഷ്യർ മാത്രമല്ല ഈ ലോകത്ത് ജീവിക്കുന്നത്. ഒരു ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഹിയർ ഹ്യൂമൻസ്, ദിസ് ഈസ് ദ എൻവയോൺമെന്റ് ആൻഡ് ദിസ് ഈസ് ദ ഫ്ലോറ ആൻഡ് ഫൗണ. സോ എല്ലാവരും കൂടി കൺവേർജ് ചെയ്യുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ. സോ നമുക്ക് ഇങ്ങനെ ഒരു മൊത്തം വെൽഫെയർ ആണ് വേണ്ടതെങ്കിൽ വി നീഡ് വൺ ഹെൽത്ത് അപ്രോച്ച്. സോ വൺ ഹെൽത്ത് അപ്രോച്ചിന്റെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം സൂണോട്ടിക് ഡിസീസസിന്റെ ഒക്കെ കാലം, സൂണോട്ടിക് ഡിസീസസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പാൻഡമിക് വന്നപ്പോൾ നമുക്കറിയാം there are problems without passports. സോ ഈ ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു സ്പീഷീസ് തന്നെയാണ് ഹ്യൂമൻ ബീങ്സ്. സോ in order to streamline our activities, fully impactful ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ we need one health approach. ഓൾസോ നമുക്കറിയാം ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ഒക്കെ ലൈഫ് സ്റ്റോക്കിൽ യൂസ് ചെയ്തതും ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ വൺ ഹെൽത്ത് അപ്രോച്ച് ആണ് നമ്മളോട് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ചില സ്റ്റേറ്റുകൾ, ദാറ്റ് ഈസ് കേരള ഗവൺമെന്റ് നാഷണൽ ആക്ഷൻ പ്ലാനിനോട് സ്ട്രീംലൈൻ ചെയ്ത് സ്വയമായിട്ട് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് കുറച്ച് പ്രൊജക്ട്സ് കൊടുക്കുന്നുണ്ട്. കാർസ്നെറ്റ്, കേരളാസ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സർവൈലൻസ് നെറ്റ്വർക്ക്. സോ അത്തരത്തിലുള്ള നെറ്റ്വർക്ക്സ് ഒക്കെ സ്റ്റേറ്റ് ലെവലിൽ നിന്ന് തുടങ്ങുക. ഓൾസോ കേരളാസ് ഓപ്പറേഷൻ അമൃത്, ഓപ്പറേഷൻ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. സോ അതാണ് ഓപ്പറേഷൻ അമൃത്. ആൻഡ് എന്താണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് സിംപ്ലി ഇപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഡ്രഗ്സ് ഇൻഎഫക്റ്റീവ് ആവുന്ന സിറ്റുവേഷൻ ആണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. സോ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ഡ്രഗ്സ്, പുതിയ കെമിക്കൽസ്, പുതിയ ഫോർമുലാസ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇറ്റ് നീഡ്സ് R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുക ടു ക്രിയേറ്റ് ന്യൂ ഡ്രഗ്സ്. ഫോർ എക്സാമ്പിൾ ഇന്ത്യ നാഫിത്രോമൈസിൻ എന്ന് പറയുന്ന ഒരു ഇൻഡിജിനിയസ്, പ്ലീസ് നോട്ട് ദ പോയിന്റ്, ഫസ്റ്റ് ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് ആന്റിബയോട്ടിക് ഇൻ എ പീരീഡ് ഓഫ് 30 years. സോ അതിന്റെ പേരാണ് നാഫിത്രോമൈസിൻ. സോ കമ്മ്യൂണിറ്റി അഫക്റ്റഡ് ന്യൂമോണിയ, അതിന് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ സ്പെസിഫിക് ന്യൂമോണിയയുടെ കേസിൽ ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടായപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് ആന്റിബയോട്ടിക് ആണ് നാഫിത്രോമൈസിൻ. സോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, പിന്നെ ഇന്റർനാഷണൽ കോർഡിനേഷൻസ്. സോ അതും ഇമ്പോർട്ടന്റ് ആണ്. സോ ദീസ് ആർ ദ പോയിന്റ്സ് ദാറ്റ് വി ഷുഡ് ബി കൺസിഡറിങ്. സോ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്താണെന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്രിലിംസ് ആസ് വെൽ ആസ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ പഠിച്ചിരിക്കുക. UPSC ഓൾറെഡി ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന്റെ കൺസെപ്റ്റ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ബയോഫിലിംസ്, അങ്ങനെ പറഞ്ഞ ആ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ വി ക്യാൻ എക്സ്പെക്ട് ഫ്യൂച്ചർ ക്വസ്റ്റ്യൻ. മേ ബി ചില ആന്റിബയോട്ടിക്സിന്റെ ഒക്കെ പേരുകൾ മുമ്പുള്ള ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, റിഫാംപിസിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ അതൊക്കെ ഡ്രഗ് റെസിസ്റ്റൻസിന്റെ കാറ്റഗറിയിൽ വന്നിട്ടുണ്ടോ? പിന്നെ ഫേമസ് സൂപ്പർ ബഗ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സാൽമണല്ല ടൈഫി, ഈക്കോളൈ, ഇതിനൊക്കെ ഡ്രഗ് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ അറിയണം. ആസ് വെൽ ആസ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂല് ഇന്ത്യയുടെ ഭാവിയിൽ ഒരു സൈലന്റ് പാൻഡമിക് അല്ലെങ്കിൽ ഒരു പ്രസ്സിംഗ് ഇഷ്യൂ അഫക്ടിങ് അവർ ഹെൽത്ത് എന്ന രീതിയിലൊക്കെ നമ്മൾ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ കാണേണ്ടതുണ്ട്. ഓക്കെ, so our honorable prime minister's message is a strong signal, it's a strong action towards preventing the menace of antimicrobial resistance. So നമുക്കിനി അടുത്ത ന്യൂസിലേക്ക് പോവാം. India's progress on its climate targets.
സോ ഈ ന്യൂസിൽ പറയുന്നത് ബോത്ത് എൻവയോൺമെന്റ് പേപ്പറിലും GS3 എൻവയോൺമെന്റ് ആസ് വെൽ as എക്കണോമി ആൻഡ് ജനറൽ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂലും മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ആർട്ടിക്കിൾ. ഇത് നമ്മുടെ കഴിഞ്ഞൊരു ഡെക്കേഡിലെ എൻവയോൺമെന്റൽ കമ്മിറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ടു അവർ നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ്, നമ്മുടെ എൻവയോൺമെന്റലി നമ്മൾ ചെയ്ത ഗ്ലോബൽ കമ്മിറ്റ്മെന്റ്സിനോട് നമ്മൾ എത്രത്തോളം നീതി പുലർത്തി, വാട്ട് ഇസ് ഇന്ത്യസ് ട്രാക്ക് ടുവേർഡ്സ് അച്ചീവിംഗ് ഇറ്റ്സ് കമ്മിറ്റ്മെന്റ്സ്, ഇന്റർനാഷണൽ കമ്മിറ്റ്മെന്റ്സ്. ഓക്കെ, സോ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആസ് സെഡ് ഇൻ ദ ആർട്ടിക്കിൾ, ഇന്ത്യ എന്താണ് നമ്മൾ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് നടത്തണം. സോ ബ്രീഫ്ലി അതൊന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, പാരീസ് എഗ്രിമെന്റ് ഭാഗമായിട്ട് എന്തുണ്ട്, നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് ഓരോ രാജ്യങ്ങളും പറയേണ്ടതുണ്ട്. അതായത് ഞങ്ങൾ എന്താണ് വോളണ്ടറിലി, ഒരു രാജ്യം വോളണ്ടറിലി ചെയ്യേണ്ട കമ്മിറ്റ്മെന്റ്സ് ആണ്. ഞങ്ങൾ ഇത്ര കാര്യങ്ങൾ ചെയ്യും. അതായത് എമിഷൻ ഇന്റൻസിറ്റി, പ്രൈമർലി ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ആണല്ലോ ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് ഏറ്റവും നയിക്കുന്നത്. സോ പാരീസ് എഗ്രിമെന്റ് പ്രകാരം 1.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് ലിമിറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ഈ എമിഷൻസ് കുറയ്ക്കുന്നത്. സോ ഓരോ രാജ്യങ്ങൾ എത്ര എമിഷൻസ് കുറയ്ക്കും, ഓൾസോ ഫോസിൽ ഫ്യൂവലിന്റെ അഡോപ്ഷൻസ് എത്ര കൂട്ടും, ഫോറസ്റ്റ് കവറിന്റെ ഇൻക്രീസ് എത്ര കൂട്ടും, കാർബൺ സീക്വസ്ട്രേഷന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും. സോ ഇത്തരം കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം വോളണ്ടറിലി ഒരു രാജ്യം അനൗൺസ് ചെയ്യുന്നതാണ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ്. സോ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ എന്താണ് ഒരു നല്ല അംബീഷ്യസ് ആയിട്ടൊരു ടാർഗറ്റ് ആദ്യം ഫസ്റ്റ് റൗണ്ട് NDC പ്രഖ്യാപിച്ചിരുന്നു. ദാറ്റ് ഈസ് 33 to 35% എമിഷൻ ഇന്റൻസിറ്റി കമ്പയർഡ് ടു ദ 2005 ബേസ് ലൈൻ. ഇന്ത്യ എന്ത് ചെയ്യും, ഇന്ത്യയുടെ ഗ്രോത്തിലെ എമിഷൻ ഇന്റൻസിറ്റി 33% to 35% ഇടയിലേക്ക് കുറയ്ക്കും, റിഡക്ഷൻ ബൈ 33%. Then 40% ഓഫ് ഇൻക്രീസിംഗ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഇൻ നോൺ ഫോസിൽ ഫ്യൂവൽ. അതായത് ടോട്ടൽ എനർജി മിക്സിലേക്ക് നോൺ ഫോസിൽ ഫ്യൂവൽ എന്ന് വരുന്നത് 40% ഇൻക്രീസ് ചെയ്യും, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. Then 2.5 to 3 billion ഫോറസ്റ്റ് കവർ ഇന്ത്യ എന്ത് ചെയ്യും, എൻഹാൻസ് ചെയ്യും ടു ഇൻക്രീസ് ഫോറസ്റ്റ് കവർ ആസ് വെൽ as കാർബണെ സീക്വസ്ട്രേറ്റ് ചെയ്യുന്നു പറഞ്ഞു. ആൻഡ് ഇന്ത്യ എന്ത് ചെയ്തു, 33-35% എന്നുള്ള എമിഷൻ ഇന്റൻസിറ്റി ഇന്ത്യ 2030 അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞ ടാർഗറ്റ് വേ ബിഫോർ ദാറ്റ് വി അച്ചീവ്ഡ്. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് സക്സസ്. സോ നമ്മൾ എന്ത് ചെയ്തു, ആ 33 to 35% എന്നുള്ള അപ്ഡേറ്റ് ചെയ്തു. 2022 നമ്മൾ പറഞ്ഞു ഞങ്ങൾ 45% വരെ ഇനി എമിഷൻ ഇന്റൻസിറ്റി കുറയ്ക്കുമെന്നുള്ള ഒരു ഇൻക്രീസ്ഡ് അംബിഷൻ ഇന്ത്യ പറഞ്ഞു. ആൻഡ് ഓൾസോ ഫോസിൽ ഫ്യൂവൽ, നോൺ ഫോസിൽ ഫ്യൂവൽ അഡാപ്ഷൻ നമ്മൾ എന്ത് ചെയ്തു, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഓവർ 50% അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ബട്ട് നമ്മൾ ആദ്യം പറഞ്ഞ ഈ 40%-ൽ ഒരു 175 GW കോൺട്രിബ്യൂഷൻ പറഞ്ഞിരുന്നു. ബട്ട് ഇന്ത്യ അത് അച്ചീവ് ചെയ്തിട്ടില്ല. അതിന് അച്ചീവ് ചെയ്യാനുള്ള എത്താത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, 2030 ഒരു ന്യൂ ടാർഗറ്റ് പറഞ്ഞിരിക്കുകയാണ് 500 GW. പ്ലീസ് ഇതെല്ലാം നോട്ട് ചെയ്യണം, ബിക്കോസ് ശാന്തി ബില്ലിന്റെ കോൺടെക്സ്റ്റിൽ ഈ 500 GW ബൈ 2030 ഓൾസോ 2070 നെറ്റ് സീറോ എന്ന് പറഞ്ഞതൊക്കെ വളരെ അധികം പദ്ധതിയിൽ വന്നതാണ്. സോ നമ്മുടെ കറണ്ട്, സോ ടു സമ്മറൈസ്, നമ്മുടെ കറണ്ട് അപ്ഡേറ്റഡ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ എന്താ, 45% എമിഷൻ ഇന്റൻസിറ്റി ലേക്ക് കുറയ്ക്കുക, 50% നോൺ ഫോസിൽ ഫ്യൂവൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ജനറേറ്റ് ചെയ്യുക, ദെൻ അഡീഷണൽ ഫോറസ്റ്റ് കവർ ബൈ ഇൻക്രീസിംഗ് ഫോറസ്റ്റ് കവർ ആസ് വെൽ as സീക്വസ്ട്രിങ് കാർബൺസ്. സോ ഇതാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ അപ്ഡേറ്റഡ് INDC. സോ ബേസിക്കലി പാരീസ് എഗ്രിമെന്റ് മെക്കാനിസം എന്താണെന്ന് വെച്ചാൽ രാജ്യങ്ങൾ ഇങ്ങനെ NDCs പ്രഖ്യാപിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു 5 വർഷത്തെ പീരീഡ് കൊടുക്കുന്നു. ഈ 5 വർഷത്തെ പീരീഡ് കഴിഞ്ഞിട്ട് ഒരു ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് നടത്തുന്നു. ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് നടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാജ്യങ്ങൾ, ഇന്ത്യ അടങ്ങുന്ന, അമേരിക്ക അടങ്ങുന്ന, ചൈന അടങ്ങുന്ന ഈ രാജ്യങ്ങൾ എന്ത് ചെയ്തു, ഈ പറയുന്ന കമ്മിറ്റ്മെന്റ്സ് നീതി പുലർത്തിയോ, അവർ പറഞ്ഞ തോതിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക്. ആൻഡ് 2023 നടന്ന കോപ്പ് സമ്മിറ്റിൽ അതെന്ത് ചെയ്തു, ഫസ്റ്റ് ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് നടക്കണ്ടായി. ആൻഡ് എന്ത് സംഭവിച്ചു, ആ ഗ്ലോബൽ സ്റ്റോക്ക് ടേക്കിൽ മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് എന്ത് ചെയ്തു, പാരീസ് എഗ്രിമെന്റ് പ്രകാരം 1.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ക്രൈറ്റീരിയയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു കാര്യങ്ങളും എത്തുന്നതിന്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. സം കൺട്രീസ് ലൈക്ക് ഇന്ത്യ, മേജർ കൺട്രീസ് ലൈക്ക് ഇന്ത്യ എന്ത് ചെയ്തു, കുറച്ച് അച്ചീവ്മെന്റ്സ് ഒക്കെ നടത്തി. ലൈക്ക് 40% എമിഷൻ ഇന്റൻസിറ്റി, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഒക്കെ കൂട്ടി, അതേപോലെ ഫോറസ്റ്റ് കവർ ഒക്കെ ഇന്ത്യ നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഓൾമോസ്റ്റ് NDCs അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് അസോസിയേറ്റഡ് വിത്ത് ദ പാരീസ് എഗ്രിമെന്റ്. ഓൾസോ ദർ ഇസ് എ മെക്കാനിസം കോൾഡ് റാഷൻ മെക്കാനിസം. അതായത് ഈ NDCs രാജ്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇന്ത്യ എന്ത് ചെയ്തു, 33% എമിഷൻ ഇന്റൻസിറ്റി ആദ്യം കുറയ്ക്കാൻ പറഞ്ഞു. അതിനുശേഷം ഗ്ലോബൽ സ്റ്റോക്ക് ടേക്കിലേക്ക് ചെന്നിട്ട് ഇത് നടന്നില്ലെങ്കിൽ ഇനി ഇന്ത്യ എന്ത് ചെയ്യണം, ഒരു നെക്സ്റ്റ് NDC പ്രഖ്യാപിക്കണം. ആൻഡ് ആ നെക്സ്റ്റ് NDC ഒരിക്കലും മുമ്പ് പ്രഖ്യാപിച്ച NDCയേക്കാൾ ചെറുതാവാൻ പാടില്ല. ഇറ്റ്സ് കോൾഡ് ഇൻക്രീസ്ഡ് അംബിഷൻ. സോ നമ്മൾ ആദ്യം പറയുന്നത് 5 ആണെങ്കിൽ അടുത്തത് 5നേക്കാൾ കൂടിയൊരു വാല്യൂ ആയിരിക്കണം. ദിസ് കോൾഡ് റാഷൻ മെക്കാനിസം അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് അംബിഷൻ. സോ ഇതിന്റെ കോൺടെക്സ്റ്റിൽ പാരീസ് എഗ്രിമെന്റ് എന്ന് മനസ്സിലാക്കിയിരിക്കുക, ഇന്ത്യ നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞിരിക്കുക, റാഷൻ മെക്കാനിസം, ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് റീസെന്റ് 2023 നടന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു.
ഇനി ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആസ് പെർ ദിസ് ആർട്ടിക്കിൾ പോളിസി ലെവലിൽ ഇന്ത്യക്ക് നല്ല അച്ചീവ്മെന്റ്സ് ഉണ്ട്. അതായത് ഇന്ത്യ എമിഷൻ ഇന്റൻസിറ്റി ഭീകരമായി കുറച്ചു. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയിലാണ് ഇന്ത്യ 50% കൂടുതൽ എത്തിയിരിക്കുകയാണ്. പറഞ്ഞ ടാർഗറ്റിനേക്കാൾ കൂടുതൽ ഇന്ത്യ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഫോറസ്റ്റ് കവറും ഓൾമോസ്റ്റ് ഇന്ത്യ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. കാർബൺ സീക്വസ്ട്രേഷൻ, കാർബൺ സിങ്ക് ഡെവലപ്പ് ചെയ്യുന്ന ടാർഗറ്റ്സ് എല്ലാം ഇന്ത്യ അച്ചീവ് ചെയ്തിരിക്കുകയാണ്, ഓൾമോസ്റ്റ് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ബട്ട് ആസ് പെർ ദിസ് ആർട്ടിക്കിൾ ദ ക്യാച്ച് ഈസ് ഹിയർ. While the country has successfully reduced emission intensity and increased non-fossil fuel capacity, challenges remain in translating these achievements into absolute emissions. And absolute emissions. അതായത് എമിഷൻ ഇന്റൻസിറ്റി എന്ന് പറയുന്നതും അബ്സല്യൂട്ട് എമിഷൻ എന്ന് പറയുന്നതും രണ്ട് കൺസെപ്റ്റ് ആണ്. സോ എന്താണ്? ഈവൻ ദോ എമിഷൻ ഇന്റൻസിറ്റി ഇന്ത്യ കുറച്ചെങ്കിൽ പോലും ഇന്ത്യ ഇപ്പോഴും തേർഡ് ലാർജസ്റ്റ് എമിറ്റർ ആണ്, അബ്സല്യൂട്ട് എമിറ്റർ ആണ് ഇന്ത്യ. ആഫ്റ്റർ ചൈന ആൻഡ് USA, ഇന്ത്യ ഈവൻ നൗ ഇന്ത്യ ഇസ് ദ തേർഡ് ലാർജസ്റ്റ് അബ്സല്യൂട്ട് എമിറ്റർ. സോ ഈവൻ ദോ നമുക്കറിയാം പാരീസ് അഗ്രിമെന്റ് ഭാഗമായിട്ട് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതായത് ഡെവലപ്പിംഗ് കൺട്രി ആയ ഇന്ത്യ ആൻഡ് അതർ കൺട്രീസ് ആസ് ദ ഗ്ലോബൽ സൗത്ത് ആർഗ്യൂസ് വി നീഡ് സം ടൈം. ഒക്കെ ശരിയാണ്. സ്റ്റിൽ ഇത്രയും എമിഷൻ ഇന്റൻസിറ്റി കുറച്ചു എന്ന് പറഞ്ഞാൽ പോലും അബ്സല്യൂട്ട് എമിഷൻസിന്റെ അളവ് നോക്കുമ്പോൾ ഇൻക്രിമെന്റ് തന്നെയാണ്, അതായത് എമിഷൻസിന്റെ ഇൻക്രീസ് തന്നെയാണ് കാണുന്നത്. സോ എമിഷൻ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 2005 ബേസ് ലൈൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ 2005 ബേസ് ലൈനിൽ ഇന്ത്യ GDP ഗ്രോത്ത് റേറ്റും അതിന് വേണ്ട കാർബൺ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എമിഷൻസും എത്രയാണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അതിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പം എന്ത് ചെയ്യുന്നത്? എമിഷൻ ഇന്റൻസിറ്റി കുറച്ചെന്ന് പറയുന്നത്. ഓൾസോ എമിഷൻ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDP ഗ്രോ ചെയ്യാൻ, ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സിംപ്ലി പറയുകയാണെങ്കിൽ എമിഷൻ ഇന്റൻസിറ്റി. സോ സിംപ്ലി ആസ് പെർ ദിസ് ആർട്ടിക്കിൾ സംഭവിച്ചത് ദർ ഇസ് ആൻ ഇൻകംപ്ലീറ്റ് ഡീകപ്ലിംഗ്. ദാറ്റ് ഈസ് ഈവൻ ദോ എമിഷൻ ഇന്റൻസിറ്റി കുറഞ്ഞെങ്കിൽ പോലും അത് ഇൻകംപ്ലീറ്റ് ഡീകപ്ലിംഗ് ആണ്. ബിക്കോസ് GDP ഗ്രോത്ത് നന്നായിട്ട് കൂടി, അതിനനുസരിച്ച് എമിഷൻ ഇന്റൻസിറ്റി കൂടിയിട്ടില്ല. സോ ഫോർ എക്സാമ്പിൾ GDP ഗ്രോത്ത് 7% ആണെങ്കിൽ എമിഷൻ ഇന്റൻസിറ്റി വെറും 4% മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോ കമ്പയറിംഗ് ടു ദാറ്റ് എന്താണ്? എമിഷൻ ഇന്റൻസിറ്റി കുറഞ്ഞു. ബട്ട് അബ്സല്യൂട്ട് എമിഷൻസ് നോക്കുമ്പോൾ സ്റ്റിൽ 2020 ഡാറ്റ കൊടുത്തിട്ടുണ്ട്, സ്റ്റിൽ ഇറ്റ്സ് ഓൺ ദ റൈസ്. സോ പോളിസി ലെവലിൽ നമ്മൾ വളരെ നല്ല കാര്യങ്ങളൊക്കെയാണ്, വളരെ നല്ല അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതിന്റെ റീസൺസും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്ത്യ പോളിസി ലെവലിൽ ഇത്ര അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയത്? ദാറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്തു? പോളിസി ലെവൽ ഒരുപാട് നല്ല പോളിസീസ്, ഫോർ എക്സാമ്പിൾ PM കുസും, നാഷണൽ സോളാർ മിഷൻ, ഉദയ് മിഷൻ, ഉജാല സ്കീം. ഉജാല സ്കീം, LED-കളൊക്കെ നമുക്കറിയാം. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 20 വർഷം ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ വീടുകളിലൊക്കെ ഇൻകാൻഡസന്റ് ലാമ്പാണ്, മഞ്ഞ ലൈറ്റ് എത്തുന്ന ലാമ്പ്. ആൻഡ് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ എഫിഷ്യൻസി പൂറായിരുന്നു. സോ ലാർജ് ഇന്റൻസിറ്റി ആയിരുന്നു, ഇലക്ട്രിസിറ്റിക്ക് ലോഡായിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്തു? LED-ലേക്ക് മാറിയപ്പോൾ തന്നെ ഒരുപാട് എനർജി സേവ് ചെയ്യാൻ പറ്റി. ഓൾസോ നമ്മുടെ എക്യുപ്മെന്റ്സ് 3 സ്റ്റാർ 4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ളത്. അപ്പോൾ എഗെയിൻ എഫിഷ്യന്റ് ആയി നമ്മുടെ യൂസ്. സോ പോളിസി ലെവൽ ആൻഡ് റൂഫ് ടോപ്പ് സോളാർ എക്യുപ്മെന്റ്സ്, ഇനി ഗ്യാസ് വീടുകൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് സോ ഒരുപാട് സ്കീംസ്, PM കുസും, ഉദയ് സ്കീം ആൻഡ് ഇൻഡസ്ട്രീസും എമിഷൻസ് ഒരുപാട് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് ബൈ ഇൻക്രീസിംഗ് ദർ എഫിഷ്യൻസി. PAT സ്കീം, പെർഫോം അച്ചീവ് ആൻഡ് ട്രേഡ് സ്കീം, വെർബൈ കമ്പനീസ് എന്ത് ചെയ്യുന്നു? എനർജി സേവിംഗ് സർട്ടിഫിക്കറ്റിനൊക്കെ വേണ്ടി നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള എനർജി പ്രൊഡക്ഷൻ, ഓൾസോ ഓൺ ജനറേഷൻ ഓഫ് റിന്യൂവബിൾ എനർജി ഒക്കെ അഡോപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഇന്ത്യക്ക് ഒരുപാട് പോളിസി ലെവൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ എനർജി മിക്സിൽ വന്ന മാറ്റം, ദാറ്റ് ഈസ് നോൺ ഫോസിൽ ഫ്യൂവൽ റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യാൻ പറ്റി. നമ്മുടെ ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയിൽ 50% കൂടുതൽ റിന്യൂവബിൾസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എസ്പെഷ്യലി സോളാറിൽ ഇന്ത്യ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ് നടത്തിയിട്ടുള്ളത്. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നോൺ ഫോസിൽ ഫ്യൂവലിലെ ഏറ്റവും കൂടുതൽ ഷെയർ വരുന്നത് സോളാറിനാണ്. പ്ലീസ് നോട്ട് ദ പോയിന്റ്. ദെൻ കംസ് ഹൈഡ്രോ ആൻഡ് ഓൾ. ന്യൂക്ലിയറിന് വളരെ മിനിമേ ഉള്ളൂ, അണ്ടർ 10 GW, ദാറ്റ് ഈസ് 8.8 GW മാത്രമേ ന്യൂക്ലിയറിന്. സോ നോൺ ഫോസിൽ ഫ്യൂവൽ ഇന്ത്യ നന്നായിട്ട് ഇൻക്രീസ് ചെയ്തു. ദെൻ ഇന്ത്യയിലെ എക്കണോമിയിൽ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ആണ്. അതായത് പ്രൈമറി ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടറിനേക്കാൾ കൂടുതൽ സർവീസ് സെക്ടറിലെ ഗ്രോത്ത് ആണ് ഇന്ത്യയുടെ GDP-ക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബൈ ഡിസൈൻ സർവീസ് സെക്ടർ ഗ്രോത്ത് കുറച്ച് എമിഷൻ ഇന്റൻസിറ്റി കുറവുള്ള ഗ്രൂപ്പാണ്. സോ GDP ഗ്രോത്ത് റേറ്റ് കൂടുന്നത് മാക്സിമം സർവീസ് ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ അത്ര കണ്ട് എമിഷൻസ് വന്നില്ല. ഓക്കെ, സോ ദീസ് ആർ ദ സ്ട്രക്ചറൽ ചേഞ്ചസ്. ഓക്കെ, still as per this article this is incomplete because we are still in the top emitter, absolute emitter. Then GDP and intensity കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ സ്കോപ്പ് ഓഫ് ദിസ് ആർട്ടിക്കിൾ, നോൺ ഫോസിൽ ഫ്യൂവല് നമ്മൾ ഒരു മാത്ത് പറഞ്ഞു. നോൺ ഫോസിൽ ഫ്യൂവല് 50%-നേക്കാൾ റീച്ച് ചെയ്തിട്ട് പോലും, അതായത് ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയിൽ 50% പോലും നോൺ ഫോസിൽ ഫ്യൂവലിന് വന്നിട്ടും എന്തുകൊണ്ടാണ് പവർ ജനറേഷൻ, ഇലക്ട്രിസിറ്റി ജനറേഷൻ ഔട്ട്പുട്ട് നോക്കുമ്പോൾ സ്റ്റിൽ 70% കോൾ ഡോമിനേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതാണ് നമ്മൾ ചോദിക്കേണ്ട ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ.
അതായത് നമുക്ക് 50% പ്രൊഡ്യൂസ് മീൻസ് ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയിൽ 50% പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എന്താണ്, അത്രയും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ നമ്മളെ റിന്യൂവബിൾസിന് പറ്റുന്നില്ല. ദാറ്റ് ഈസ് ദ റീസൺ. സോ കോളിന് സ്റ്റിൽ 70% ടോട്ടൽ എനർജി ജനറേഷൻ ഔട്ട്പുട്ടിലേക്ക് കോൾ തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബിക്കോസ് കോൾ ഹാസ് മോർ ബേസ് ലോഡ് കോൺട്രിബ്യൂഷൻ. ഓൾസോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്ലൈറ്റ്ലി ടെക്നിക്കൽ, ഇറ്റ്സ് കോൾഡ് കപ്പാസിറ്റി ഫാക്ടർ. അതായത് പലതരം ഫ്യൂൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ആദ്യം തന്നെ എന്തെടുക്കാം, കോൾ, ദാറ്റ് ഈസ് സോളാർ. സോളാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോളാർ കപ്പാസിറ്റി ഫാക്ടർ കുറവാണ്. ബിക്കോസ് ഒരു 30% to 35% മാത്രമേ സോളാറിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് എന്തുള്ളത്, കപ്പാസിറ്റി ഫാക്ടർ. കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതാണ്. സോ 30% മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സോളാറിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ബിക്കോസ് ഇന്റർമിറ്റന്റ് ആണ് സോളാർ എനർജി. സൺലൈറ്റിന്റെ ഇന്റൻസിറ്റി, ക്ലൗഡ് കവർ, വെതർ പാറ്റേൺ ഒക്കെ അനുസരിച്ച് സോളാർ ജനറേഷൻ മാറാം. സിമിലർലി വിൻഡിനും സെയിം പ്രശ്നമാണ്. 30 to 35% കപ്പാസിറ്റി ഫാക്ടർ ഉള്ളൂ. Now when compared to coal in 60% കപ്പാസിറ്റി ഫാക്ടർ ഉണ്ട്. സോ വെൻ ഇറ്റ് കംസ് ടു ഗ്രിഡ് കണക്ടിവിറ്റി, നമ്മൾ ഗ്രിഡിലേക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഗ്രിഡിന് വർക്ക് ചെയ്യേണ്ട ഒരു മിനിമം പവർ ലോഡ്, ബേസ് ലോഡ് എന്ന് പറയാം, ബേസ് ലോഡ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ വി നീഡ് കോൾ. ബിക്കോസ് കോളിന് 60% കപ്പാസിറ്റി ഫാക്ടർ ഉണ്ട്. സോ ഇറ്റ് ഈസ് മോർ റിലയബിൾ ദാൻ സോളാർ ആൻഡ് വിൻഡ്. സോ കോളിന്റെ കപ്പാസിറ്റി ഫാക്ടർ ഹൈ ആണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ന്യൂക്ലിയറിനെ മനസ്സിലാക്കേണ്ടത്. ന്യൂക്ലിയർ ഫ്യൂൽ ഹാസ് 80 to 90% capacity factor. See, there is no wonder in why government is pushing Shanti Bill, because capacity factor of nuclear energy is that high. That means nuclear 24/7 base load കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ന്യൂക്ലിയർ എനർജി ഇന്ത്യയിലേക്ക് 500 GW എന്ന് പറഞ്ഞ നമ്മുടെ ലോഫ്റ്റി അച്ചീവ്മെന്റ്സ് 2030 മുമ്പ് 500 GW എന്ന് പറഞ്ഞാൽ നമ്മളെ നാഷണൽ NDC അച്ചീവ് ചെയ്യണമെങ്കിൽ വി നീഡ് ന്യൂക്ലിയർ, റൈറ്റ്? കാരണം ഇപ്പൊ നമുക്ക് വെറും 8.8 GW മാത്രമേ ന്യൂക്ലിയർ കോൺട്രിബ്യൂഷൻ ഉള്ളൂ. സോ ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ന്യൂക്ലിയറിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ശാന്തി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ടു ഇൻക്രീസ് അവർ ബേസ് ലോഡ് എഫിഷ്യൻസി ആസ് വെൽ ആസ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പോലും അത് പവർ ജനറേഷനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാത്ത പ്രോബ്ലം സോൾവ് ചെയ്യണം. ബിക്കോസ് സോളാർ ആൻഡ് വിൻഡ് ഹാസ് ദിസ് പ്രോബ്ലം ഓഫ് ഇന്റർമിറ്റൻസി. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ട ബ്രോഡർ കോണ്ടെക്സ്റ്റ്. സോ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്നാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത്. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പോലും ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തത് ജനറേഷൻ ഗ്യാപ്പ്. സോ അതിന്റെ പ്രശ്നം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. മെയിൻലി ഇന്റർമിറ്റന്റ്, സോളാർ എനർജി ഇന്റർമിറ്റന്റ് ആണ്. പിന്നെ സോളാർ ആണെങ്കിലും വിൻഡ് ആണെങ്കിലും ലാൻഡ് ഒരുപാട് കൺസ്യൂം ചെയ്യുന്ന ജനറേഷൻ മോഡലാണ്. സോ ലാൻഡ് അക്വിസിഷൻ ഇന്ത്യയിൽ ഒരു പ്രശ്നമാണ്. സോ അത് അസോസിയേറ്റ് ചെയ്യുന്ന പ്രശ്നം. ദെൻ കം സ്റ്റോറേജ് ഇഷ്യൂ. റിന്യൂവബിൾ എനർജി വേരിയബിൾ ആകുമ്പോൾ ഹൈ ഇന്റൻസിറ്റിയിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റണം. ബട്ട് ഇന്ത്യയിൽ ഇതിലൊരു ഡാറ്റ പറയുന്നത് വളരെ മിനിമം മാത്രമേ ബാറ്ററി സ്റ്റോറേജ് കപ്പാസിറ്റി ഇന്ത്യക്ക് ഉള്ളൂ. സോ ബാറ്ററി ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കാത്തത് ഒരു വലിയ ഇഷ്യൂ ആണ്. സോ സ്റ്റോറേജ് അടുത്ത ഇഷ്യൂ. ഓക്കെ, ദെൻ കംസ് these are the factors. Then comes forest issue. Even though India has increased forest cover, it as per this article it is like just on papers. കാരണം നമ്മൾ എന്താണ് ഫോറസ്റ്റിനെ അഫോറസ്റ്റേഷൻ, അതായത് ഫോറസ്റ്റ് എത്ര നമ്മൾ ഡിഫോറസ്റ്റേഷൻ നടത്തുന്നതിന് തുല്യമായിട്ട് അഫോറസ്റ്റേഷൻ നടത്തുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഡെഫിനിഷൻസിന് ചില ക്ലാരിറ്റി കുറവ് കാരണം എന്താണ് ചില ഇൻക്രിമെന്റ്സ് ഒക്കെ സംഭവിച്ചേക്കാം. സോ ആ ഡെഫിനിഷനിലെ ക്ലാരിറ്റി കുറവുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒറിജിനൽ ഫോറസ്റ്റ് നമ്മൾ ഡീവിയേറ്റ് ചെയ്യുക, നോൺ ഫോറസ്റ്റ് പർപ്പസിലേക്ക് മാറ്റി നമ്മൾ ഒരു വിർച്വൽ, ഒരു ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് അഫോറസ്റ്റേഷൻ പ്രിൻസിപ്പിൾ വഴി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അതിന്റെ ഇന്റൻസിറ്റി വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു നാച്ചുറൽ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിന് ആ പേരിൽ തന്നെ ഉണ്ട്, ഇറ്റ്സ് ആൻ എക്കോസിസ്റ്റം. ഒരു ട്രീ മാത്രം അല്ലെങ്കിൽ പോലും അതിനെ ചുറ്റി പറ്റി നിൽക്കുന്ന ഒരു എക്കോസിസ്റ്റം, ഒരു ആവാസ വ്യവസ്ഥ, അതിന്റെ കാർബൺ സീക്വസ്ട്രേഷൻ കപ്പാസിറ്റി വളരെ ഡിഫറെന്റ് ആണ്. സോ ഒറിജിനൽ വെറ്റ്ലാൻഡ്സ്, ഒറിജിനൽ ഫോറസ്റ്റ്, ഒറിജിനൽ എക്കോസിസ്റ്റത്തിനെ റീജനറേറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ, റീസ്റ്റോർ ചെയ്യുന്നതാണ് ബെറ്റർ ദാൻ അഫോറസ്റ്റേഷൻ. സോ ആ ഒരു പ്രിൻസിപ്പിളും കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഇന്ത്യയുടെ ഫോറസ്റ്റ് കവർ ബൈ പേപ്പേഴ്സ് ആസ് പെർ ദിസ് ആർട്ടിക്കിൾ പേപ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നാച്ചുറലി റീസ്റ്റോർ ചെയ്യുന്ന കാപ്പബിലിറ്റീസ് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യുന്നത്. സോ വേ ഫോർവേഡ് നമുക്ക് എന്ത് മനസ്സിലായി, റിന്യൂവബിൾ എനർജി ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയിലെ ആ ഗ്യാപ്പ് സോൾവ് ചെയ്യണം. സോ ബേസ് ലോഡ് എഫിഷ്യൻസി കൂട്ടുന്ന രീതിയിലേക്ക് നമുക്ക് സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റണം. ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം ശരിയാക്കണം. ലാൻഡ് അക്വിസിഷൻ ടെക്നോളജീസ്, ലാൻഡ് അക്വിസിഷൻ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റണം. പിന്നെ വേസ്റ്റ് ടു എനർജി മെത്തേഡ്സ്, സർക്കുലാർ എക്കോണമി നമ്മൾ ഫോളോ ചെയ്യണം. 3 R's, റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. സോ 3 R's പ്രൊമോട്ട് ചെയ്യുക, വേസ്റ്റ് ടു എനർജി കൺസെപ്റ്റ്, ദെൻ ഫോറസ്റ്റ് കവർ നാച്ചുറലി എൻഹാൻസ് ചെയ്യുക, ദെൻ ന്യൂക്ലിയർ എനർജി പോലത്തെ എനർജിയെ കൃത്യമായിട്ട് അക്കൗണ്ടബിലിറ്റി മെക്കാനിസം എൻഷുർ ചെയ്ത് തന്നെ ന്യൂക്ലിയർ എനർജി ഫേസ് ടു ഫേസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുക, സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ് പോലെ ടെക്നോളജി റിലേ ചെയ്യുക, ദെൻ ജിയോ തെർമൽ എനർജി ആൻഡ് ഓഫ് ഷോർ വിൻഡ് എനർജി പോലത്തെ മെത്തേഡ്സ്, ലാൻഡ് ഇഷ്യൂ സോൾവ് ചെയ്യാൻ നമുക്ക് ഓഫ് ഷോർ വിൻഡ് നോക്കാം,
Okay, so these are the points that we should be considering. So ഇന്ത്യയുടെ എൻവയോൺമെന്റൽ കമ്മിറ്റ്മെന്റ്സ് അച്ചീവ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇന്ത്യ നീഡ്സ് ടു ഇൻക്രീസ് ഇറ്റ്സ് ട്രാൻസ്പെറൻസി ആൻഡ് ആക്ച്വാലിറ്റി, അല്ലെങ്കിൽ ആക്ച്വൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ പേപ്പറിൽ മാത്രം ചെയ്യാതെ വി നീഡ് മോർ പ്രൊആക്റ്റീവ് എഫേർട്സ്, എസ്പെഷ്യലി ഇൻ പവർ ജനറേഷൻ, ഫേസിംഗ് ഔട്ട് ഓഫ് കോൾ ആൻഡ് ഫോറസ്റ്റ് കവർ. സോ ദീസ് ആർ ദ പോയിന്റ്സ് ദാറ്റ് വി ഷുഡ് ബി ഡിസ്കസിങ്. സോ നമുക്ക് ഇനി അടുത്ത കോളം ഡിസ്കസ് ചെയ്യാം. ക്യാൻ പ്രൈവറ്റ് റിസർവ് റീസ്റ്റോർ വൈൽഡ് ലൈഫ് ആൻഡ് കീപ് ടൂറിസം ജെന്റിൽ? സോ ഇതിൽ നമുക്ക് അധികം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനൊന്നുമില്ല, ജസ്റ്റ് ഒരു കേസ് സ്റ്റഡി എന്ന നിലയ്ക്ക് മാത്രം അറിഞ്ഞാൽ മതി. പ്രൈവറ്റ് റിസർവ്സ്, അങ്ങനെ ഒരു മെക്കാനിസം ഇന്ത്യയിൽ വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ നാച്ചുറൽ ഫ്ലോറ ആൻഡ് ഫോണയെ കൺസേർവ് ചെയ്യാനുണ്ട് എന്ന് അറിഞ്ഞാൽ മതി. ദാറ്റ് ഈസ് ഉത്തരാഖണ്ഡിലെ ഒരു ഫസ്റ്റ് പ്രൈവറ്റ് ഓൺഡ് റിസർവ്, നാച്ചുറൽ റിസർവ്, ജബാർക്കേത്ത് നേച്ചർ റിസർവ്. സോ ആ പേര് മാത്രം അറിഞ്ഞിരിക്കുക. സോ എന്താണ് അതിലെ പ്രിൻസിപ്പിൾ? അതായത് ഇന്ത്യയിൽ പ്രൈമറിലി കൺസർവേഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഗവൺമെന്റ് സെക്ടറിയാണ് പ്രൈമറിലി നോക്കുന്നത്. ദാറ്റ് ഈസ് സഫാരി സെൻട്രിക് മോഡൽ. അതായത് ഈ ടൂറിസം, നമുക്ക് നാഷണൽ പാർക്ക് മേജർലി ഒന്നോ രണ്ടോ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഓരോ സ്റ്റേറ്റിലും ഫേമസ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ നാഷണൽ പാർക്ക് ഉണ്ടാവും. അവിടേക്ക് സഫാരി, ഫോർ എക്സാമ്പിൾ നമ്മൾ കേരളയിൽ നമുക്കറിയാം, മറ്റേ കർണാടക ഭാഗത്തൊക്കെയുള്ള ടൈഗർ സഫാരീസ് ഒക്കെ നമുക്കറിയാം. സോ ഈ സഫാരി സെൻട്രിക് ആയിട്ടുള്ള മോഡൽ അവിടുത്തെ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസിലേക്ക് ഭയങ്കര പ്രഷറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എല്ലാവരും എൻഫ്ലോക്ക് ചെയ്യണം അതിനെ കാണാൻ വേണ്ടിയിട്ട്. സോ മേ ബി ഇന്ത്യയുടെ ഒരുപാട് ഹിസ്റ്റോറിക്കലി ഒരുപാട് കോറിഡോർസും ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഓൺ ദ മോഡൽസ് ഓഫ് പ്രൈവറ്റ് നേച്ചർ റിസർവ്. സോ അതൊരു നല്ല മോഡലാണോ എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രൈമറിലി in this article, this Debarkate Nature Reserve is shown as an alternative to the state, അല്ലെങ്കിൽ അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു കൺസർവേഷൻ മെത്തേഡ്. നമുക്ക് ഓൾറെഡി അറിയാം ഗവൺമെന്റിന് കമ്മ്യൂണിറ്റി റിസർവും കൺസർവേഷൻ റിസർവും ഒക്കെ കൊടുക്കാൻ പറ്റും. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വഴി നേച്ചറിനെ കൺസർവ് ചെയ്യാൻ രണ്ടു പേർക്കും റൈറ്റ്സ് ഒക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ ഫോർ ദ വൈൽഡ് ലൈഫ് ആസ് വെൽ ആസ് ദ പീപ്പിൾ ലിവിംഗ് ഇൻ ദാറ്റ് ഏരിയ. സിമിലർലി ഈ ജബാർക്കേത്ത് റിസർവിൽ എന്താ സംഭവിച്ചത്? ആ ഏരിയ ഒരു 40 വർഷം മുമ്പ് എന്തായിരുന്നു? മാസീവ് ഡിഫോറസ്റ്റേഷൻ, ഡിസ്ട്രക്ഷൻ, ആനിമൽസിനെ അറ്റാക്ക് ചെയ്യുന്നു, ഇൻവേസീവ് ഏലിയൻ സ്പീഷീസും വല്ലാണ്ട് സ്പ്രെഡ് ചെയ്തിരുന്നു, ഒരുപാട് ഗാർബേജ് ഒക്കെ ഡംപ് ചെയ്ത് ഏരിയായിരുന്നു. ബട്ട് ഈ പ്രൈവറ്റ് നേച്ചർ റിസർവ് ആയതിനു ശേഷം എന്ത് ചെയ്തു? ഒരുപാട് ചേഞ്ചസ്, റീസ്റ്റോർ ചെയ്യാൻ പറ്റി, വൈൽഡ് ലൈഫ് പതിയെ അങ്ങോട്ട് തിരിച്ചു വരാൻ തുടങ്ങി, ഒരു ബ്യൂട്ടിഫുൾ ട്രക്കിംഗ് സൈറ്റ് ആയി മാറി തുടങ്ങി, ആസ് വെൽ ആസ് എന്ത് ചെയ്തു? ആ ഇൻവേസീവ് സ്പീഷീസിനൊക്കെ മുറിച്ച് മാറ്റാനും സംഭവിച്ചു. ആൻഡ് എന്താ സക്സസ്ഫുള്ളി ആ ഏരിയ നന്നായിട്ട് റീസ്റ്റോർ ചെയ്യുന്നു, വൈൽഡ് ലൈഫ് തിരിച്ചു വരുന്ന സിറ്റുവേഷൻ കാണും. സോ നമുക്ക് ഈ കേസ് സ്റ്റഡി എന്നുള്ളതൊക്കെ മാത്രം അറിഞ്ഞാൽ മതി. ആൻഡ് ഈ പ്രൈവറ്റ് നേച്ചർ റിസർവ് എന്ന് പറഞ്ഞപ്പോൾ ഒരു UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ മുമ്പ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രിലിംസ് നോക്കാം. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ലോസ് അബൌട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്: വൈൽഡ് ആനിമൽസ് ആർ ദ സോൾ പ്രോപ്പർട്ടി ഓഫ് ദ ഗവൺമെന്റ്. സോൾ പ്രോപ്പർട്ടി ഓഫ് ദ ഗവൺമെന്റ്. When a wild animal is declared protected, such animals is entitled for equal protection whether it is found in protected areas or outside. Okay, അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വൈൽഡ് ആനിമൽസ് ഗവൺമെന്റിന്റെ സോൾ പ്രോപ്പർട്ടിയാണ്, അതിൽ വേറെ ഒരു റൈറ്റും ഇല്ല. സോ ഞാൻ അത് ഈ കോണ്ടെക്സ്റ്റ് ഓർക്കാൻ കാരണം പ്രൈവറ്റ് റിസർവ്, നേച്ചർ റിസർവ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അവിടെ വൈൽഡ് ലൈഫ്സ് ഉണ്ടാവുമല്ലോ. സോ ആ പ്രൈവറ്റ് ഓൺഡ് റിസർവിൽ ആ വൈൽഡ് ലൈഫ് വരുമ്പോൾ അല്ലെങ്കിൽ ആ വൈൽഡ് സ്പീഷീസിന്റെ അതോറിറ്റി ആർക്കാണ് എന്നുള്ളൊരു തോട്ടുന്നാണ് ഈ ക്വസ്റ്റ്യനിലേക്ക് എനിക്ക് ശ്രദ്ധ പോയത്. സോ ഈ പ്രൈവറ്റ് നേച്ചർ റിസർവിൽ എങ്ങനെയാണ്? ഇവൻ ദോ ദ ലാൻഡ് ടൈറ്റിൽമെന്റ് ആണ് പ്രൈവറ്റ്, ലാൻഡും അതിന് ചുറ്റിപ്പറ്റിയുള്ള റൈറ്റ്സുമാണ് പ്രൈവറ്റ് എൻറ്റിറ്റിയുടെ. സിംപ്ലി ഒരു പ്രൈവറ്റ് ഓൺഡ് ലാൻഡിൽ ഒരു വൈൽഡ് ലൈഫ് സ്പീഷീസ് എക്സിസ്റ്റ് ചെയ്യാം, എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ അത് ഫ്ലോറ ആവാം, ഫോൺ ആവാം, പ്ലാന്റ് എന്തോ ആവാം. സോ അതിന്റെ നമുക്കറിയാം ബൈ ഇന്ത്യാസ് ലോ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്തറിയാം? വൈൽഡ് ആനിമൽസ് ഗവൺമെന്റിന്റെ സോൾ പ്രോപ്പർട്ടിയാണ്. സോ ഇവൻ ദോ പ്രൈവറ്റ് നേച്ചർ റിസർവ് ആണെങ്കിൽ പോലും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന വൈൽഡ് ആനിമൽസ് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. ആ പ്രൈവറ്റ് എൻറ്റിറ്റിക്ക് അതിൽ ഒരു റൈറ്റ് ഉണ്ടാവില്ല. സോ ചില റൈറ്റ്സ് ഉള്ളത് ഇൻവേസീവ് സ്പീഷീസിനൊക്കെ കട്ട് ഡൗൺ ചെയ്ത് കളയാം, അങ്ങനെ അതന്നെ എൻലിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ. സോ ആ ഒരു തോട്ടുന്നാണ് ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാൻ കാരണം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വൈൽഡ് ആനിമൽസ് ആർ ദ സോൾ പ്രോപ്പർട്ടി ഓഫ് ദി ഗവൺമെന്റ്. ഇറ്റ്സ് റൈറ്റ്. വെൻ എ വൈൽഡ് ആനിമൽ ഈസ് ഡിക്ലൈർഡ് പ്രൊട്ടക്റ്റഡ്. ഇതൊക്കെ നമുക്ക് ഈസിലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. വൈൽഡ് ആനിമൽസിനെ ഇത്രയും കൺസർവ് ചെയ്യുമ്പോൾ അത് വേറെ എൻറ്റിറ്റിയോടെ വരാൻ പോസിബിൾ അല്ല. സോ ഇറ്റ് വാസ് എ യൂണിക് ക്വസ്റ്റ്യൻ. വൈൽഡ് ആനിമൽ ഈസ് ഡിക്ലൈർഡ് പ്രൊട്ടക്റ്റഡ്, സച്ച് ആനിമൽസ് ഈസ് എൻടൈറ്റിൽഡ് ഫോർ ഈക്വൽ പ്രൊട്ടക്ഷൻ വെദർ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഓർ ഔട്ട്സൈഡ്. ഒരു ആനിമൽ പ്രൊട്ടക്റ്റഡ് ആണ് ഏരിയാസിൽ മാത്രമല്ല പുറത്തേക്ക് വന്നാലും ആ റൈറ്റ് അതിന് എക്സിസ്റ്റ് ചെയ്യും. സോ ആ ആനിമലിനെയാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ, സോ this is also right. Apprehension of a protected wild animal becoming a danger to human life is sufficient ground for its capture or killing. നമുക്കറിയാം അപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു സാധ്യത. ഒരു വൈൽഡ് ആനിമൽ
ഹ്യൂമൻ ലൈഫിന് ത്രട്ടൻ ചെയ്യുന്ന ഒരു ഡേഞ്ചർ ആവും എന്നൊരു തോന്നൽ മാത്രം മതി അതിനെ ക്യാപ്ചർ ചെയ്യാനും കില്ല് ചെയ്യാനും. ഇന്ത്യയിൽ അത് സംഭവിക്കുമോ? ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ അറിയാലോ, ഇന്ത്യയിൽ വൈൽഡ് ആനിമൽസിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. എൻവയോൺമെന്റലി WLP ആക്ടിലൊക്കെ ഷെഡ്യൂൾ 1 ആനിമൽസിനൊക്കെ സീരിയസ് പ്രൊട്ടക്ഷൻ ഇന്ത്യ കൊടുക്കുന്നുണ്ട്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയായിരിക്കില്ല. സോ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ ഏറ്റവും ട്രിക്കി സ്റ്റേറ്റ്മെന്റ്. സോ ആസ് എ കൺസെപ്റ്റ് ഇത് പഠിച്ചിരിക്കുക. വൈൽഡ് ആനിമൽസ് ആർ ദ സോൾ പ്രോപ്പർട്ടി ഓഫ് ദ ഗവൺമെന്റ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇതാണ് പറഞ്ഞത് ക്രൈസിസ് ഓഫ് സ്റ്റേറ്റ് ലെഡ് കൺസർവേഷൻ. ചില സമയത്ത് ഓവർ ക്രൗഡിങ് വരുന്നു, ലാൻഡ്സ്കേപ്പുകൾ ഫ്രാഗ്മെന്റഡ് ആവുന്നു. ഓക്കെ, സോ പ്രൈവറ്റ് ക്യാമ്പ് അതാണ് ക്ലീൻ അപ്പ് ആക്ഷൻസ് നടത്തി, നാച്ചുറൽ ഗ്രോത്ത്, ഓക്കെ, ആൻഡ് റെഫ്യൂജി ക്രിയേഷൻ, ആനിമൽസ് എല്ലാം തിരിച്ചു വരുന്നു. സോ ഇന്നത്തെ ലാസ്റ്റ് ആർട്ടിക്കിൾ, ഗവൺമെന്റ് പെഗ്സ് ഫിനാൻഷ്യൽ ഇയർ 2026 ഗ്രോത്ത് അറ്റ് 7.4% amid tariff concerns. ഗവൺമെന്റ് എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ്. നമുക്കറിയാം ഇനി ഉടനെ ബജറ്റും എക്കണോമിക് സർവേയും ബജറ്റ് ഉടനെ വരും. സോ ബജറ്റ് എന്തിനാണ്, പ്ലാൻ ചെയ്യാനും നമ്മുടെ ഗ്രോത്ത് പ്രോസ്പെക്ടസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ്. ഓക്കെ, സോ ഗവൺമെന്റ് എന്താണ്, ഇവൻ ദോ താരിഫ് കൺസേൺ, ഇന്ത്യ ഈ വർഷം നേരിട്ട ഏറ്റവും സിംഗിൾ മോസ്റ്റ് എക്കണോമിക് കൺസേൺ എന്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈസിലി പറയാം, ഇറ്റ്സ് റെസിപ്രോക്കൽ താരിഫ് ആൻഡ് ദ ഷിഫ്റ്റ് ഓഫ് പോളിസീസ് ഓഫ് ദ ട്രംപ്. സോ റെസിപ്രോക്കൽ താരിഫ് ഇന്ത്യയെ അഫക്ട് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ലേബർ ഇന്റൻസീവ് സെക്ടേഴ്സ്. ഇന്ത്യയുടെ ഗ്രോത്ത് എഞ്ചിൻ തന്നെയാണ് നമ്മുടെ MSMEs ആസ് വെൽ ആസ് ഇന്ത്യ ആത്മനിർഭർ ക്യാമ്പയിനിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്ന ലേബർ ഇന്റൻസീവ് സെക്ടർ ലൈക്ക് ടെക്സ്റ്റൈൽസ്, അപ്പാരൽസ്, ജെംസ്, ജ്വല്ലറീസ്, ഇത്തരം മേഖലകളൊക്കെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ റെസിപ്രോക്കൽ താരിഫ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യാൻ പോകുന്നത്. സോ ആ കൺസേൺ ഒക്കെ നിലനിൽക്കെ, ഓൾസോ ഡീഗ്ലോബലൈസേഷൻ ടെൻഡൻസി ഒക്കെ നിലനിൽക്കെ ഇന്ത്യ എന്താണ്, ഗവൺമെന്റ് ഫസ്റ്റ് അഡ്വാൻസ് എസ്റ്റിമേറ്റ് ഓഫ് GDP ഫോർ 25-26 ഗവൺമെന്റ് റിലീസ് ചെയ്തിരിക്കുകയാണ്, saying that 7.4%. It's a decent growth rate. സോ ഗവൺമെന്റ് ആ ഒരു ഫോർകാസ്റ്റ് ആദ്യമേ നടത്തിയിരിക്കുകയാണ്. സോ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രിലിംസ് ബൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർഷത്തെ ഗ്രോത്ത് റേറ്റുകളും GDP ഡാറ്റാസ് ഒക്കെ ഗവൺമെന്റ് അഡ്വാൻസ് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നതല്ല, 25-26 ഡാറ്റ ഫസ്റ്റ് അഡ്വാൻസ് എസ്റ്റിമേറ്റ് ആണ് ഗവൺമെന്റ് പറഞ്ഞത്. ഇറ്റ്സ് ആൻ അഡ്വാൻസ് എസ്റ്റിമേറ്റ്. ദാറ്റ് മീൻസ് there will be another estimate, right? സോ ഒരു ഇയറിലെ GDPയുടെ കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? ഇറ്റ് ടേക്സ് മോർ ദാൻ 1 year ഓഫ് ദ ടൈം. സോ 2026 പ്രോപ്പർ GDP ഡാറ്റ നമുക്ക് കിട്ടണമെങ്കിൽ ഫസ്റ്റ് അഡ്വാൻസ് എസ്റ്റിമേറ്റ് കഴിയണം, then comes the second advance estimate, first advance estimate, second advance estimate, then comes the first revision estimate and the final revised estimate. ആ ഫൈനൽ റിവൈസ് എസ്റ്റിമേറ്റ് ആണ് ആക്ച്വലി 2026 പ്രോപ്പർ GDPയുടെ ഡാറ്റയും ഗ്രോത്ത് റേറ്റ് ഒക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് പറയാൻ പറ്റുക. സോ 2026 ഡാറ്റ കിട്ടണമെങ്കിൽ ഇറ്റ് ടേക്സ് മോർ ദാൻ 1 year ഓഫ് ടൈം. മേ ബി 28 ആയിരിക്കും ഇന്ത്യയുടെ ഫുൾ GDP ഡാറ്റ റിവീൽ ചെയ്യുക. സോ ആ കൺസെപ്റ്റ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ഇന്നത്തെ ന്യൂസ് അനാലിസിസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ സച്ച് വീഡിയോസ്.